നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പരീക്ഷാർത്ഥികൾക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ മാരത്തോൺ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് ആവശ്യമായ ചില ചോദ്യ മാതൃകകൾ, ചില മുൻകാല ചോദ്യങ്ങളും ചില ചോദ്യ മാതൃകകളുമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാം റെഡിയാണ് എന്ന് കരുതുന്നു. നിങ്ങളുടെ വേഗവിരൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും ഇല്ലേ? ഇവിടുത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് ആ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ടു ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ് ഓപ്ഷൻ എ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി, തലയിൽ ആണിയടിക്കുക, നാശോന്മുഖമായതിനെ എന്നേക്കുമായി നശിപ്പിക്കുക, പ്രശ്നത്തിൻ്റെ കാതലായ ഭാഗം പരാമർശിക്കുക. ടു ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്നതിൻ്റെ ഇംഗ്ലീഷ് ശൈലിയുടെ തുല്യമായ മലയാള അർത്ഥം. പെട്ടെന്ന് നമുക്ക് ടു ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന് തോന്നുമ്പോൾ തലയിൽ ആണി അടിക്കുക എന്ന് നമുക്ക് തോന്നിയിരിക്കാം. അങ്ങനെയല്ല. അവിടെ നെയിൽ എന്ന വാക്കിന് ആണി എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഹെഡിന് നമ്മുടെ തലയെന്നല്ല, ആ ആണിയുടെ തല, നമ്മൾ ആണിയുടെ ടോപ്പ് ഉണ്ടല്ലോ, ആണിയുടെ തല. അപ്പോൾ ആണി ഒരു സ്ഥലത്ത് തറഞ്ഞു കയറണമെങ്കിൽ അതിൻ്റെ തലയ്ക്കൽ തന്നെ അടിക്കണം അല്ലേ? അതിൻ്റെ കൃത്യമായ സ്ഥലത്ത് തന്നെ അടിക്കണം, എങ്കിലേ തറഞ്ഞു കയറൂ. വശത്തൊന്നും അടിച്ചത് വളഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ കൃത്യമായ സ്ഥലത്ത് തന്നെ കൊള്ളുക, അതാണ് ടു ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്നുള്ള ശൈലിയുടെ അർത്ഥം. അപ്പോൾ അതിന് തുല്യമായ മലയാള ശൈലി ഇവിടെ ഓപ്ഷൻ ഡി, പ്രശ്നത്തിൻ്റെ കാതലായ ഭാഗം പരാമർശിക്കുക എന്നതാണ്. പ്രശ്നത്തിൻ്റെ കാതലായ ഭാഗം പരാമർശിക്കുക, അതായത് കൃത്യമായ സ്ഥലത്ത് കൊള്ളുക എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി തലയിൽ ആണി അടിക്കുക എന്നുള്ളതല്ല. പക്ഷേ ഈ മലയാള ശൈലികൾക്ക് അല്ലെങ്കിൽ അത്തരം പ്രയോഗങ്ങൾക്ക് അർത്ഥമുണ്ട്. ഇപ്പം ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം, ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിക്കുക എന്ന് വെച്ചാൽ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നാണ്. ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കാര്യം തീർത്തും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. തലയിൽ ആണി അടിക്കുക എന്ന് വെച്ചാൽ നശിപ്പിക്കുക എന്നാണ്, അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്നാണ്. തലയിൽ ആണി അടിക്കുക. നാശോന്മുഖമായതിനെ എന്നേക്കുമായി നശിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. അത് എന്നേക്കുമായി ഇല്ലാതാക്കുന്നതാണ് ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടു ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഓപ്ഷൻ ഡി, പ്രശ്നത്തിൻ്റെ കാതലായ ഭാഗം പരാമർശിക്കുക എന്നുള്ളതാണ്. കൃത്യമായ സ്ഥലത്ത് തന്നെ കൊള്ളുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും PSC ഈ ഇവിടെ വിഷ്ണു, അതെ, വിഷ്ണുവിൻ്റെ ഉത്തരം ശരിയാണ്. വിഷ്ണുവുണ്ട്, വിഷ്ണുപ്രിയയുണ്ട് ഇല്ലേ? ശരി, വിഷ്ണുപ്രിയ, നിങ്ങളെല്ലാവരുടെ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഡി, അതെ, ടോക്സിക്, കൊള്ളാമല്ലോ പേര്. ടോക്സിക്കിൻ്റെ ഉത്തരം ശരിയാണ്, ഡി തന്നെയാണ്. അതെ, ഓപ്ഷൻ ഡി ആണ്, പ്രശ്നത്തിൻ്റെ കാതലായ ഭാഗം പരാമർശിക്കുക. ശരിയാണ് വിഷ്ണുപ്രിയ. സാം മാനുവൽ, ഓക്കെ. അപ്പോൾ PSC നമ്മളോട് രണ്ട് തരത്തിൽ ഈ വിവർത്തനം ചോദിക്കാറുണ്ട്. ഒന്ന് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും രണ്ടും ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണ്. അത് തന്നെ രണ്ട് തരത്തിലാണ്. അതായത് ചില പ്രയോഗങ്ങൾ തന്നിട്ട് അതിൻ്റെ പദാനുപദ തർജ്ജമ, എന്നാൽ ചിലതിന് തുല്യമായ മലയാള ചൊല്ല്, ഇത് രണ്ട് തരത്തിലും ചോദിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മേക്ക് ദി ഹേ വൈൽ ദി സൺ ഷൈൻസ്, PSC ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്, ഒരിക്കലല്ല പലവട്ടം ചോദിച്ചാണ്. മേക്ക് ദി ഹേ വൈൽ ദി സൺ ഷൈൻസ്, ഇതിൻ്റെ ശരിയായ തർജ്ജമ വെയിലുള്ളപ്പോൾ വയ്ക്കോൽ ഉണക്കുക എന്നതാണ്. അത് ശരിയുത്തരമായി വരുന്ന ചോദ്യം ഉണ്ടായിട്ടുണ്ട്, വെയിലുള്ളപ്പോൾ വയ്ക്കോൽ ഉണക്കുക. പക്ഷേ എന്താണ് വെയിലുള്ളപ്പോൾ വയ്ക്കോൽ ഉണക്കുക എന്ന് വെച്ചാൽ അനുകൂല അവസരത്തെ പ്രയോജനപ്പെടുത്തുക. അതിന് തുല്യമായ മലയാള ചൊല്ല് കാറ്റുള്ളപ്പോൾ തൂറ്റുക, കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നുള്ളതാണ് അല്ലേ? അതിന് തുല്യമായ മലയാള ചൊല്ല് അതാണ്, കാറ്റുള്ളപ്പോൾ പാറ്റുക, കാറ്റുള്ളപ്പോൾ തൂറ്റുക. അപ്പോൾ അതിൻ്റെ പദാനുപദ തർജ്ജമയാണെങ്കിൽ വെയിലുള്ളപ്പോൾ വയ്ക്കോൽ ഉണക്കുക എന്നും കാറ്റുള്ളപ്പോൾ പാറ്റുക അല്ലെങ്കിൽ കാറ്റുള്ളപ്പോൾ തൂറ്റുക. ശരിയാണ് മനോജ്, ഓക്കെ, അത് ശരി തന്നെ. കാറ്റുള്ളപ്പോൾ പാറ്റുക അല്ലെങ്കിൽ കാറ്റുള്ളപ്പോൾ തൂറ്റുക, അത് തന്നെയാണ്. അതാണ് ടു മേക്ക് ദി ഹേ വൈൽ ദി സൺ ഷൈൻസ്. എന്നാൽ അതിൻ്റെ പദാനുപദ തർജ്ജമ വെയിലുള്ളപ്പോൾ വയ്ക്കോൽ ഉണക്കുക എന്നുള്ളതാണ്. ഇതുപോലെ നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്: എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. അതായത് യഥാസമയം ഒരു തുന്നലിട്ടാൽ 9 തുന്നൽ ലാഭിക്കാം, അതാണ് അതിൻ്റെ അർത്ഥം. യഥാസമയം ഒരു തുന്നലിട്ടാൽ 9 തുന്നൽ ലാഭിക്കാം. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. ഇതിനെ തിരിച്ചു പറഞ്ഞാൽ യഥാസമയം പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ പ്രവർത്തിക്കേണ്ടി വരും, വലിയ ഭാരമേറിയ കഠിന പ്രവൃത്തി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് തുല്യമായ മലയാളം എങ്ങനെ വരും? എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. യഥാസമയം പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ പ്രവൃത്തി ചെയ്യേണ്ടി വരും.
രാജ്കുമാർ ശരിയാ, മടിയൻ മല ചുമക്കും. അതെ, മടിയൻ മല ചുമക്കും ശരി തന്നെയാണ്. രാജ്കുമാറിൻ്റെ ഉത്തരം ശരി തന്നെയാണ്. പക്ഷേ അത് ശരി തന്നെയാണ്, മടിയൻ മല ചുമക്കും എന്നുള്ള ഇതിൻ്റെ തർജ്ജമ തന്നെയാണ്. എന്നാൽ ഇതുമായി കൂടുതൽ യോജിച്ച് നിൽക്കുന്ന മറ്റൊരു ചൊല്ല് മലയാളത്തിലുണ്ടല്ലോ, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ. വിഷ്ണുപ്രിയയ്ക്ക് പറയാമോ ഇതുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടുകാർ പറയും, നമ്മൾ കാലിലോ കയ്യിലോ ഒരു ചെറിയ മുറിവ് വരുമ്പോൾ പറയും അത് പൊതിഞ്ഞ് വയ്ക്കണം, കെട്ടിവയ്ക്കണം, അല്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ ആവും. പക്ഷേ അത് പരിഗണിക്കാതെ നമ്മൾ കാലും കൊണ്ട് ചെളിയിലും വെള്ളത്തിലൊക്കെ ഇറങ്ങി നടക്കും. അപ്പോൾ കാല് പഴുക്കും, അപ്പോൾ കൂടുതൽ മരുന്ന് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് വീട്ടുകാർ നമ്മളോട് എന്ത് പറയുന്നത്? സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പാ കൊണ്ടെടുക്കുക, സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പാ കൊണ്ടെടുക്കുക. അതാണ് എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ എന്നതിൻ്റെ ശരിയായ മലയാള തർജ്ജമ. മടിയൻ മല ചുമക്കുക എന്നത് ശരിയായി വരും. ഓക്കെ രാജ്കുമാർ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശരി, അപ്പം നിങ്ങളുടെ വേഗവിരൽ റെഡിയാണല്ലോ. അടുത്ത ചോദ്യം എന്താ ഇങ്ങനെയാണ്: സംസ്കൃത മധു എന്നതിലെ സംസ്കൃത ശബ്ദത്തിൻ്റെ വിപരീതം. സംസ്കൃത മധു എന്നതിൻ്റെ സംസ്കൃത ശബ്ദത്തിൻ്റെ വിപരീതം പ്രാകൃതം, മലയാളം, അസംസ്കൃതം, പുളി. ഇതിലേതാണ് സംസ്കൃത മധുവിൻ്റെ? നിങ്ങളുടെ ഉത്തരം വരട്ടെ. അരുണിമ പറയുന്നത് ഓപ്ഷൻ സി. നോക്കാം. സുകന്യയ്ക്ക് ഓപ്ഷൻ എ ആണ്. രാജ്കുമാർ മിടുക്കികൾ വരട്ടെ. അതെ, നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരം ശരി തന്നെയാണ്. ഒന്ന് രണ്ട് പേരൊന്ന് നോക്കിക്കൊള്ളണേ. സൗമ്യ ഒന്ന് നോക്കണേ. ഇവിടെ സംസ്കൃതത്തിൻ്റെ വിപരീതം ഇവിടെ ഓപ്ഷൻ സി അസംസ്കൃതം എന്നാണ്. സംസ്കൃത മധു. ഇവിടെ മധു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മധു തേൻ എന്നാണ്. മധു എന്ന വാക്കിന് തേൻ. സംസ്കൃത മധു സംസ്കരിച്ചെടുത്ത തേൻ എന്നാണ്. അപ്പോൾ സംസ്കൃതം എന്ന് വെച്ചാൽ സംസ്കരിച്ചെടുത്തത്. അതിൻ്റെ വിപരീതം അസംസ്കൃതം എന്നാണ്. നമ്മൾ സംസ്കൃത എണ്ണ, അസംസ്കൃത എണ്ണ, സംസ്കൃത പദാർത്ഥങ്ങൾ, അസംസ്കൃത പദാർത്ഥങ്ങൾ ഇല്ലേ? അപ്പോൾ അതിൻ്റെ വിപരീതം അസംസ്കൃതം എന്നാണ്. പെട്ടെന്ന് നമുക്ക് പ്രാകൃതം എന്നൊക്കെ തോന്നും, അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ വിപരീതം മലയാളമാണെന്നൊക്കെ തോന്നിയിരിക്കും. സംസ്കൃതം ഇല്ലേ, മലയാളം, സംസ്കൃതവും മലയാളം ശത്രുക്കളൊന്നുമല്ല. മലയാളത്തിൻ്റെ മേളിൽ ആധിപത്യം സ്ഥാപിച്ചൊരു ഭാഷയാണ്. സംഗതി വിദേശ ഭാഷ തന്നെയാണ് സംസ്കൃതം. പക്ഷേ സംസ്കൃതവും മലയാളം ഇപ്പോൾ എന്താണ് പറയുന്നത്, ജ്യേഷ്ഠാനുജന്മാരെ പോലെയോ അല്ലെങ്കിൽ അമ്മ മക്കളെ പോലെയോ അച്ഛൻ മക്കളെ പോലെയോ ഒക്കെയാണ്. നമ്മൾ ഒരുപാട് വാക്കുകളും നിയമങ്ങളും ഒക്കെ സംസ്കൃതത്തിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട് മലയാളത്തിലേക്ക്. അപ്പോൾ സംസ്കൃതം എന്നതിൻ്റെ വിപരീതം അസംസ്കൃതം എന്നാണ്. ഇനി വിപരീതത്തെക്കുറിച്ച് നമ്മളൊന്ന് ഓർക്കേണ്ടത്, ചില വാക്കുകൾക്ക് ഒന്നിൽ കൂടുതൽ വിപരീതങ്ങൾ സാധ്യമാണ്. ചില വാക്കുകൾക്ക് ഒന്നിൽ കൂടുതൽ വിപരീതങ്ങൾ സാധ്യമാണ്. അതുപോലെ ചില വാക്കുകൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിപരീതമായിരിക്കില്ല വരിക. ഉദാഹരണത്തിന് സുഖം. ഈ വാക്കിൻ്റെ വിപരീതം ചോദിച്ചാൽ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ദുഃഖം എന്ന് പറയും. സുഖത്തിൻ്റെ വിപരീതമാണ് ദുഃഖം അല്ലേ? അതെ ശരിയാ, ദുഃഖം. എന്താണ് ആരോമൽ? പാർവണ, അതോ പാർവതിയോ? കറക്റ്റ്, അതാണ്. അസുഖം എന്നുമാകാം. അസുഖം അല്ലേ? സുഖത്തിൻ്റെ വിപരീതം അസുഖം എന്നുമാകാം. ദുഃഖം മാത്രമല്ല, അസുഖം എന്നുമാകാം. അപ്പോൾ ഇവിടെ രണ്ട് വിപരീതം സാധ്യമായില്ലേ? അതാണ്, സുഖമില്ലാത്ത അവസ്ഥയെല്ലാം ദുഃഖമാവണമെന്നില്ല, സുഖമില്ലാത്തത് അസുഖവുമാകാം. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ വിപരീതം സാധ്യമാണ്. മറ്റൊരു വാക്ക് നോക്കൂ, കൃസം. ഈ വാക്കിൻ്റെ അർത്ഥം മെലിഞ്ഞത് എന്നാണ്. കൃസം മെലിഞ്ഞത്, കനം കുറഞ്ഞത് എന്നൊക്കെയാണ്. ഇതിൻ്റെ വിപരീതം നമ്മൾ കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, മേതുരം എന്ന വാക്കിൻ്റെ അർത്ഥം തടിച്ചത്, കൊഴുത്തത് എന്നൊക്കെയാണ്. തടിച്ചത്, കൊഴുത്തത്. പക്ഷേ കൃസം എന്നതിൻ്റെ വിപരീതം മേതുരം തന്നെ വേണമെന്നില്ല. കൃസം എന്നാകാം. കൃസം അതായത് മെലിഞ്ഞതല്ലാത്തതെല്ലാം തടിച്ചതാകണമെന്നില്ലല്ലോ. മെലിഞ്ഞതല്ലാത്തതെല്ലാം തടിച്ചതാകണമെന്നില്ല, തടിയില്ലാത്തതുമാകാം, അത് മെലിഞ്ഞതാകണമെന്നില്ല. അപ്പോൾ കൃസത്തിൻ്റെ വിപരീതം മേതുരമെന്നും അകൃശമെന്നുമാകാം. അകൃശം കറക്റ്റ്, അത് തന്നെയാണ്. നോക്കൂ, കഠിനം. ഈ വാക്കിൻ്റെ വിപരീതം എന്ത് വരാം? കഠിനം എന്ന വാക്കിന് കട്ടിയുള്ളത് എന്നും പ്രയാസമുള്ളത് എന്നും അർത്ഥമില്ലേ? ഇപ്പോൾ കട്ടിയുള്ളത്, കഠിനമായ പാറ എന്ന് വെച്ചാൽ കട്ടിയുള്ളത്. പരീക്ഷ കഠിനമായിരുന്നു, പ്രയാസമേറിയത്. ഇത് കട്ടിയുള്ളത് എന്ന അർത്ഥത്തിലെടുത്താൽ ഇതിൻ്റെ വിപരീതം മൃദു അല്ലെങ്കിൽ മൃദുലമാണ്. എന്നാൽ പ്രയാസമായത് എന്നർത്ഥമെടുത്താൽ അതിൻ്റെ വിപരീതം ലളിതമെന്നായി കൂടെ. അപ്പോൾ കഠിനത്തിൻ്റെ വിപരീതം മൃദു അല്ലെങ്കിൽ മൃദുലമെന്നും ആകാം, ലളിതമെന്നും ആകാം. അപ്പോൾ ഒരു വാക്കിന് ഒന്നിൽ കൂടുതൽ വിപരീതങ്ങൾ സാധ്യമാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ഇനി മറ്റൊന്ന്, ചില വാക്കുകൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിപരീതമായിരിക്കില്ല ഉണ്ടാവുക. ഒരു ഉദാഹരണത്തിന് പടിഞ്ഞാറ്. ഈ വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെയാണ്? പടിഞ്ഞാറ്, കിഴക്ക് എന്ന് തന്നെയാണ്. പടിഞ്ഞാറിൻ്റെ വിപരീതം കിഴക്ക് എന്നാണ്.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും കിഴക്കിൻ്റെ വിപരീതം പടിഞ്ഞാറാണെന്ന്. അല്ല, കിഴക്കിൻ്റെ വിപരീതം പടിഞ്ഞാറല്ല. അതെന്തുകൊണ്ട് അങ്ങനെ ആവുന്നില്ല? നോക്കൂ, പടിഞ്ഞാറ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞായർ പടിയുന്ന ഇടം. ഞായർ എന്ന് വെച്ചാൽ സൂര്യൻ, പടിയുക എന്ന് വെച്ചാൽ നശിക്കുക, അസ്തമിക്കുക എന്നൊക്കെയാണ്. അപ്പം ഞായർ പടിയുന്ന ഇടമാണ് പടിഞ്ഞാറ്, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം. എങ്കിൽ അതിൻ്റെ വിപരീതം ഏതർത്ഥത്തിൽ വരണം? സൂര്യൻ ഉദിക്കുന്ന സ്ഥലം എന്നർത്ഥത്തിൽ വരണം. പക്ഷേ അങ്ങനെ ഒരു വാക്ക് മലയാളത്തിൽ ഇല്ല. സൂര്യൻ ഉദിക്കുന്നത് എന്ന ദിക്ക് എന്നർത്ഥം വരുന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല. നമുക്ക് സൂര്യൻ ഉദിക്കുന്ന ദിക്ക് കിഴക്ക് ദിക്കെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ കിഴക്കെന്ന് പറഞ്ഞു, പടിഞ്ഞാറിൻ്റെ വിപരീതം. എന്നാൽ കിഴക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യൻ ഉദിക്കുന്ന സ്ഥലമൊന്നല്ല. പിന്നെയോ കിഴക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കൂ, ഇത് നമ്മുടെ ഇന്നത്തെ ഇന്ത്യ ഏതാണ്ട് ഇതുപോലെയാണ്, പട്ടത്തിന് കയ്യും കാലും വെച്ചതുപോലെയാണ് ഇന്നത്തെ ഇന്ത്യ. ഇതിൻ്റെ തെക്കേറ്റത്താണ് നമ്മുടെ കൊച്ചു കേരളം കിടക്കുന്നത്, ഈ തെക്കേറ്റത്താണ്. അപ്പോൾ ഈ പ്രദേശത്ത് പണ്ട് ദ്രാവിഡ പരപ്പായി കിടക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് സൂര്യൻ ഉദിക്കുന്ന, നമ്മൾ കിഴക്ക് എന്ന് പറയുന്ന ഈ പ്രദേശം സഖ്യപർവ്വതം അല്ലേ, സഖ്യപർവ്വതം, ആ സഖ്യപർവ്വതത്തിൻ്റെ കീഴുള്ള ആ പ്രദേശത്തെ എന്ന് നമ്മൾ കിഴക്കെന്ന് പറയുന്ന പ്രദേശത്തെ പറഞ്ഞിരുന്നത് കീഴ്ക്ക് എന്നാണ്. കീഴ്ക്ക്, സഖ്യന് കീഴ്ക്ക്, അതാണ് പറഞ്ഞ് കിഴക്കായത്. അപ്പോൾ കിഴക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യൻ ഉദിക്കുന്ന സ്ഥലമൊന്നല്ല, സഖ്യപർവ്വതത്തിന് കീഴ്ക്ക്. അപ്പോൾ അതിൻ്റെ വിപരീതം എങ്ങനെ വരണം? മേൽക്ക് എന്ന അർത്ഥത്തിൽ മേക്ക് എന്നാണ്. അതാണ് പടിഞ്ഞാറിൻ്റെ വിപരീതം കിഴക്കാണ്, പക്ഷേ കിഴക്കിൻ്റെ വിപരീതം മേക്ക് എന്നാണ്. കാരണം കിഴക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യൻ ഉദിക്കുന്ന സ്ഥലം എന്നല്ല, കീഴ്ക്ക് എന്നാണ്. അപ്പം ഇവിടെ സംസ്കൃതം എന്നതിൻ്റെ വിപരീതം അസംസ്കൃതം എന്ന ഓപ്ഷൻ സി ആണ്. സംസ്കൃതത്തിൻ്റെ വിപരീതം അസംസ്കൃതം എന്നാണ്, സംസ്കരിക്കാത്തത്. ക്ലിയറായി കാണുമല്ലോ, ശരിയല്ലേ? ഓക്കെ, പ്രണവ്, നമുക്ക് അടുത്തലേക്ക് കിടക്കാം. അഖിൽ, ഓക്കെ, നമുക്ക് അടുത്തലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ഒറ്റപ്പദമാക്കുക, ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ജിജ്ഞാസു, പിപ്പട്ടിഷു, വിജിഗീഷു, ചികീർഷൻ. ഇതിലേതാണ് ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ? വരട്ടെ, നിങ്ങളുടെ മറുപടി വരട്ടെ. പ്രണവിന് ഓപ്ഷൻ സി ആണ്, സൗമ്യയ്ക്ക് സി ആണ്. സി ഒരുപാട് പേര് സി വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് നോക്കണേ അതുല്യ, ഒന്ന് നോക്കണേ. ഇവിടെ ശരി ഉത്തരം നിങ്ങൾ പറഞ്ഞു തന്നെയാണ്, ഓപ്ഷൻ സി, വിജിഗീഷു. മിടുക്കികൾ, കൺഗ്രാറ്റ്സ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, വിജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ വിജിഗീഷു. ഇവിടെ നമുക്കൊരു ചെറിയ സംശയം ഉണ്ടാകും, ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണോ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണോ എന്നാണ്. ശരിക്ക് 100% ശരിയായിട്ട് പറഞ്ഞാൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് വിജിഗീഷു, ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു ആണ്, ജിഗീഷു. പക്ഷേ ഇവിടെ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലില്ലല്ലോ. മാത്രമല്ല ജയവും വിജയവും ഒന്നത്തെ ഗ്രേഡ് കൂടിയതൊന്ന് കുറഞ്ഞതെന്നേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും ഒരേ അർത്ഥമാണല്ലോ, ജയവും വിജയവും. അതുകൊണ്ടാണ് വിജിഗീഷു എന്ന ആൻസർ എടുക്കുന്നത്. അങ്ങനെ സാങ്കേതികമായി നമ്മൾ 110% ശരി നോക്കിയാൽ ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷ, ആഗ്രഹിക്കുന്നവൻ ജിഗീഷു എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ആ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് വിജിഗീഷു. യഥാർത്ഥത്തിൽ അത് വിജയിക്കാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ വിജയവും ജയവും ഒന്നായതുകൊണ്ടാണ് നമ്മളത് എടുക്കുക. എങ്കിൽ ജിജ്ഞാസു എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്നവൻ, അറിയാൻ ആഗ്രഹിക്കുന്നവനാണ് ജിജ്ഞാസു. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. അപ്പം ആരാണ്? പിപ്പട്ടിഷു, പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ. പഠിക്കാനുള്ള ആഗ്രഹം പിപ്പട്ടിഷ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപ്പട്ടിഷു. പഠിക്കാനുള്ള ആഗ്രഹം പിപ്പട്ടിഷ, ആഗ്രഹിക്കുന്നവൻ പിപ്പട്ടിഷു. പിന്നെന്താണ്? ചികീർഷൻ. ചികീർഷൻ എന്നൊരു പ്രയോഗമില്ല, ചികീർഷു എന്നൊരു പ്രയോഗമുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണ്, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ചെയ്യാനുള്ള ആഗ്രഹമാണ് ചികീർഷ, ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ ചികീർഷു. ഒന്നുകൂടി, ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ, ആഗ്രഹിക്കുന്നവൻ ചികീർഷു. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. പഠിക്കാനുള്ള ആഗ്രഹം പിപ്പട്ടിഷ, ആഗ്രഹിക്കുന്നവൻ പിപ്പട്ടിഷു. ജയിക്കാനുള്ള ആഗ്രഹം വിജിഗീഷ, ആഗ്രഹിക്കുന്നവൻ വിജിഗീഷു. അങ്ങനെയാണെങ്കിൽ കുടിക്കാനുള്ള ആഗ്രഹം എന്ത് പറയും? കുടിക്കാനുള്ള ആഗ്രഹം എന്താണ്? സ്റ്റാർബർഗ്. സ്റ്റാർബർഗ് കൊള്ളാമല്ലോ. പറയൂ, കുടിക്കാനുള്ള ആഗ്രഹം. അതാണ് പിപ്പാസ. കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപ്പാസ. പിപ്പാസ കറക്റ്റ്, വിഷ്ണുപ്രിയ പറഞ്ഞത് ശരിയാണ്, പിപ്പാസ.
എന്നാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ, ആഗ്രഹിക്കുന്നവൻ പിപാസു. അങ്ങനെയാണെങ്കിൽ മോക്ഷത്തിനുള്ള ആഗ്രഹം എന്താണ്? മോക്ഷത്തിനുള്ള ആഗ്രഹമാണ് മുമുക്ഷ. മുമുക്ഷ, ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു. മോക്ഷത്തിനുള്ള ആഗ്രഹം മുമുക്ഷ, ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു. എങ്കിൽ കാണാനുള്ള ആഗ്രഹം, അതിനെന്ത് പറയും? കാണാനുള്ള ആഗ്രഹമാണ് ദിദൃക്ഷ. ദിദൃക്ഷ, ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു. കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ, ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു. എങ്കിൽ പറയാനുള്ള ആഗ്രഹമോ? പറയാനുള്ള ആഗ്രഹം വിവക്ഷ. വിവക്ഷ, ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. പറയാനുള്ള ആഗ്രഹം വിവക്ഷ, ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. എങ്കിൽ തകർക്കാൻ, ഭേദിക്കാനുള്ള ആഗ്രഹമോ? ഭേദിക്കാനുള്ള ആഗ്രഹമാണ് ബിഭിൽസ. ബിഭിൽസ, ഇത് ഇങ്ങനെ എഴുതാറുണ്ട്. മറ്റേ ഉത്സവം എന്ന് എഴുതുന്നത് പോലെ സ, ബിഭിൽസ, രണ്ട് ശരി തന്നെയാണ്. ബിഭിൽസ, ഭേദിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബിഭിൽസു. എങ്കിൽ കടക്കാൻ, മറികടക്കാൻ, നമ്മൾ റോഡ് കടക്കുക, നദി കടക്കുക എന്നൊക്കെ പറയുന്നത്, കടക്കാനുള്ള ആഗ്രഹമാണ് തിതീർഷ. തിതീർഷ, ആഗ്രഹിക്കുന്നവൻ തിതീർഷു. അപ്പോൾ കുടിക്കാനുള്ള ആഗ്രഹം പിപാസ, ആഗ്രഹിക്കുന്നവൻ പിപാസു. മോക്ഷത്തിനുള്ള ആഗ്രഹം മുമുക്ഷ, ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു. കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ, ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു. പറയാനുള്ള ആഗ്രഹം വിവക്ഷ, ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. ഭേദിക്കാനുള്ള ആഗ്രഹം ബിഭത്സ, ആഗ്രഹിക്കുന്നവൻ ബിഭിൽസു. കടക്കാനുള്ള ആഗ്രഹം തിതീർഷ, ആഗ്രഹിക്കുന്നവൻ തിതീർഷു. എങ്കിൽ നമുക്ക് വേറെ ചില വാക്കുകൾ നോക്കിയാലോ? റെഡിയാണല്ലോ അല്ലേ? എന്താണ് ആർദ്ര? ആർദ്ര എന്താണ്? പൗത്രൻ. പറയാം. പൗത്രൻ. പൗത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം പുത്രൻ്റെ പുത്രൻ എന്നാണ്. മകൻ്റെ മകനാണ് പൗത്രൻ. പുത്രൻ്റെ പുത്രൻ. ആർദ്ര ക്ലിയർ ആയല്ലോ അല്ലേ? പുത്രൻ്റെ പുത്രനാണ് പൗത്രൻ, മകൻ്റെ മകൻ. അപ്പം നമുക്ക് അത്തരം ബന്ധങ്ങൾ കൂടി നോക്കാം. എന്താണ് ശ്രീദേവി? അല്ലല്ല, മകളുടെ മകൻ വരില്ല, ദൗഹിത്രന. പറയാം. അതായത് ബന്ധങ്ങളെ കുറിക്കുന്ന വാക്കുകൾ എടുത്താൽ അച്ഛൻ്റെ അച്ഛൻ, പിതാവിൻ്റെ പിതാവ്, അതാണ് പിതാമഹൻ. അച്ഛൻ്റെ അച്ഛൻ, പിതാവിൻ്റെ പിതാവാണ് പിതാമഹൻ. പിതാവിൻ്റെ മാതാവാണ് പിതാമഹി. അതായത് അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ, അച്ഛൻ്റെ അമ്മ പിതാമഹി. മാതാവിൻ്റെ പിതാവ്, അമ്മയുടെ അച്ഛൻ മാതാമഹൻ. മാതാവിൻ്റെ മാതാവ് മാതാമഹി. അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ, അമ്മയുടെ അച്ഛൻ മാതാമഹൻ. അച്ഛൻ്റെ അമ്മ പിതാമഹി, അമ്മയുടെ അമ്മ മാതാമഹി. എങ്കിൽ പിതാമഹൻ്റെ അച്ഛൻ, അങ്ങനെയുണ്ടല്ലോ, അച്ഛൻ്റെ അപ്പുപ്പൻ അല്ലെങ്കിൽ അപ്പുപ്പൻ്റെ അച്ഛൻ, ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? പിതാവിൻ്റെ പിതാമഹൻ അല്ലെങ്കിൽ പിതാമഹൻ്റെ പിതാവ്, രണ്ടും ഒന്ന് തന്നെയല്ലേ? പിതാമഹൻ്റെ പിതാവാണ് പ്രപിതാമഹൻ. മാതാവ് പ്രപിതാമഹി. പ്രപിതാമഹി. രാജ്കുമാറെ ഒന്ന് പ്രതിയല്ല, പ്രപിതാമഹൻ. പിതാമഹൻ്റെ പിതാവാണ് പ്രപിതാമഹൻ. പിതാമഹൻ്റെ മാതാവ് പ്രപിതാമഹി. എങ്കിൽ അച്ഛൻ്റെ അച്ഛൻ പിതാമഹനും അമ്മയുടെ അച്ഛൻ മാതാമഹനുമായാൽ മകൻ്റെ മകനാണ് പൗത്രൻ. മകൻ്റെ മകളാണ് പൗത്രി. അപ്പോൾ മകളുടെ മകൻ, നേരത്തെ ആരോ ചോദിച്ചു, മകളുടെ മകൻ, അതതിൽ വരില്ല. മകളുടെ മകൻ ദൗഹിത്രനാണ്. മകളുടെ മകളാണ് ദൗഹിത്രി. മകളുടെ മകൻ ദൗഹിത്രൻ, മകളുടെ മകൾ ദൗഹിത്രി. എങ്കിൽ മാതാവിൻ്റെ സഹോദരൻ എങ്ങനെ പറയും? മാതാവിൻ്റെ സഹോദരനാണ് മാതുലൻ. മാതാവിൻ്റെ സഹോദരൻ മാതുലൻ, മാതാവിന് തുല്യൻ. ഈ മാതുലൻ്റെ സ്ത്രീലിംഗമാണ് മാതുലാനി. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാതാവിൻ്റെ സഹോദരനാണ് മാതുലൻ. എന്നാൽ മാതുലാനി മാതാവിൻ്റെ സഹോദരിയല്ല, മാതുലൻ്റെ ഭാര്യ, നമ്മൾ മാമി അല്ലെങ്കിൽ അമ്മായി എന്ന് പറയുന്നതാണ് മാതുലാനി. മാതാവിൻ്റെ സഹോദരൻ മാതുലൻ, അതിൻ്റെ സ്ത്രീലിംഗമാണ് മാതുലാനി. എങ്കിൽ സഹോദരിയുടെ പുത്രൻ നമുക്ക് എങ്ങനെ പറയാം? സഹോദരിയുടെ പുത്രൻ, സഹോദരിയുടെ പുത്രനാണ് ഭാഗിനേയൻ. അതിൻ്റെ സ്ത്രീലിംഗമാണ് ഭാഗിനേയി.
ഭാഗിനേയൻ, ഭാഗിനേയി. ഭഗിനി എന്ന വാക്കിൻ്റെ അർത്ഥം സഹോദരി എന്നാണ്. ഭഗിനി, സഹോദരിയുടെ, ഭഗിനിയുടെ പുത്രനാണ് ഭാഗിനേയൻ. അതിൻ്റെ പുത്രിയാണ്, സഹോദരിയുടെ പുത്രിയാണ് ഭാഗിനേയി. ഭാഗിനേയി. ശ്യാം കൃഷ്ണ, ക്ലിയർ അല്ലേ? അല്ല, ഭാഗിനേയ അല്ല, ശ്യാമേ, ഭാഗിനേയ അല്ല, ഭാഗിനേയി എന്നാണ്. ഭാഗിനേയി, ഭാഗിനേയൻ്റെ സ്ത്രീലിംഗം ഭാഗിനേയി എന്നാണ്. സഹോദരിയുടെ പുത്രി എന്നാണ്. സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ, സഹോദരിയുടെ പുത്രി ഭാഗിനേ. അങ്ങനെയാണെങ്കിൽ സഹോദരിയുടെ ഭർത്താവിന് എന്ത് പറയാം? സഹോദരിയുടെ ഭർത്താവ്. നമ്മൾ വീട്ടിൽ പറയുന്നത് പറയണ്ട. സ്വാലനല്ല, സ്വാലനല്ല, സ്യാലൻ, സ്യാലൻ. സഹോദരിയുടെ ഭർത്താവാണ് സ്യാലൻ. നമ്മൾ വിളിച്ച് അളിയൻ എന്നാക്കിയത്. സഹോദരിയുടെ ഭർത്താവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം വിജിഗീഷു എന്ന ഓപ്ഷൻ സി ആണ്. ശരിക്ക് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ജിഗീഷു മതി. ഇവിടെ ആ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് വിജിഗീഷു എന്ന പദം നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? താങ്ക് യു.